യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്നവർ, കാണുന്നവർ, ആ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്നവർ സകലരെയും ഓർക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സഹായവും കരുണയും നമുക്കൊരുപാട് അനുഭവിക്കാൻ കഴിയട്ടെ. എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാധാനത്തോടെ ആയിരിക്കുക. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതമുള്ളത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ്. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച്, ഒരു ദോഷവും എനിക്ക് വരില്ല, ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു. ഇന്നലെ വെള്ളിയാഴ്ച എല്ലാവർക്കും കൊടുത്തൊരു പ്രാർത്ഥനയാണ് ഈ വർഷം ചെല്ലാൻ വേണ്ടി. അതൊരു വലിയ ദൈവിക സംരക്ഷണമുള്ളൊരു പ്രാർത്ഥനയാണ്. 91-ാം സങ്കീർത്തനത്തിലെ കുറച്ച് വാക്കുകൾ, വചനങ്ങൾ ചേർത്ത് വെച്ചൊരു പ്രാർത്ഥനയാണ്. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരികയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഓർത്തേ. ഏതെങ്കിലും വ്യക്തിപരമായൊരു നിയോഗത്തോടെയാണോ ഈ വചനം കേൾക്കുന്നത്? ദൈവസന്നിധിയിൽ ഒരു ആവശ്യത്തെ സമർപ്പിച്ചിട്ടൊക്കെയാണോ? ആ ആവശ്യത്തിൻ്റെ മേൽ, ആ നിയോഗത്തിൻ്റെ മേൽ, ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ ഒരടയാളം ദൈവം നൽകും, ഒരത്ഭുതം ദൈവം ചെയ്യും. ഭയപ്പെടുകയൊന്നും വേണ്ട. ഞാൻ ഇന്നൊരു വചനം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 21 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. 21 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവവചനം കേൾക്കുന്ന നമ്മളോടുകൂടെ ദൈവമുണ്ട്. നമ്മുടെ ഭവനത്തോടുകൂടെ ദൈവസാന്നിധ്യമുണ്ട്. നിഴല് പോലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും തലമുറയോടും ദൈവം കാരുണ്യം കാണിക്കും. കാരുണ്യം കാണിച്ചു. അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്തു. ഇടയായി എന്നല്ല, ഇടയാക്കുകയും ചെയ്തു. അപ്പം ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ദൈവം ഇടയാക്കും. ഇടയായി എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കാണ്, യാദൃശ്ചികമായി. ഇടയാക്കി എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവമാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരനുഗ്രഹത്തിലെത്തിച്ചേരാൻ, ഒരു നന്മയിലെത്തിച്ചേരാൻ ദൈവം ഇടയാക്കും. ആ വാക്ക് ശ്രദ്ധിച്ചോ? ഇടയായി എന്നല്ല, ഇടയാക്കും. എനിക്ക് നല്ല ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം ഇടയാക്കും. അല്ല, നല്ലൊരു ഭവനം ഉണ്ടാകാൻ, നല്ലപോലെ ജീവിക്കാൻ, നല്ലൊരു ഭാവി നിനക്ക് കിട്ടാൻ, നല്ലൊരു ബന്ധമുണ്ടാകാൻ, നല്ലൊരു ജോലിയിലേക്ക് കിട്ടാൻ, ആ ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ, നല്ലപോലെ പഠിക്കാൻ, പഠിച്ച് നല്ല വിജയം നേടാൻ ദൈവം ഇടയാക്കും. ആ ഇടയാക്കി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പല നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരാൻ ഇടയാക്കും. ഇടയാക്കി. 22-ാമത്തെ വാക്യം. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. അവൻ്റെ കയ്യിലെത്തി. വിചാരിക്കാത്ത പല ഭാഗ്യവും നിയന്ത്രണവും പല അംഗീകാരങ്ങളും അവൻ്റെ കയ്യിലെത്തി. എന്തേലും ചെയ്തിട്ടാണോ? എന്തേലും രാഷ്ട്രീയം കളിച്ചിട്ടാണോ? ആരെയും സ്വാധീനിച്ചിട്ടാണോ? അല്ല, അവിടെ ദൈവത്തിൻ്റെ കാരുണ്യമാണ് കാണുന്നത്. പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നമ്മൾ വിചാരിക്കാത്ത പല നന്മകളും നമ്മുടെ കയ്യിൽ വരും, നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ, നനച്ചതിനേക്കാൾ അപ്പുറമായി ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെയെല്ലാം ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് അവിടെ എല്ലാ കാര്യവും നടന്നത്. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല.
ഒരു കാര്യത്തിലും ഇടപെടേണ്ടി വന്നില്ല. എന്താ അങ്ങനെ ചെയ്തത്, എന്താ ഇങ്ങനെ ചെയ്തത്, ഇത് ചെയ്ത് തെറ്റായിപ്പോയി, ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്, ഒരു കാര്യത്തിലും ഇടപെടേണ്ടി വന്നില്ല. അത്ര പെർഫെക്റ്റായിട്ട് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ കാര്യവും വ്യക്തമായും മനോഹരമായും ചെയ്യാൻ പറ്റണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. അടുത്ത ഭാഗം കൂടെയുണ്ട്. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. അവൻ ശുഭമാക്കിയെന്നല്ല, അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ചെയ്തതെല്ലാം വിജയിച്ചു. ചെയ്തതിലെല്ലാം ഒരു ഡിവൈൻ ടച്ച്, ചെയ്തതൊക്കെ ഭംഗിയായി. ഇതൊക്കെ ശരിക്കും മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് ഇതൊക്കെ നടന്നത്, എപ്പോഴൊക്കെ ഇതൊക്കെ സംഭവിച്ചത്? ദൈവത്തിൻ്റെ വചനത്തെ ആഴമായി സ്നേഹിക്കാൻ തുടങ്ങുമ്പം, ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ തുടങ്ങുമ്പം, നമ്മൾ ചെയ്യുന്നതൊക്കെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അത് വിജയിക്കാൻ തുടങ്ങും. അത് എഴുതിയിട്ടുണ്ട്, അവൻ ചെയ്തതൊക്കെയും ശുഭമാക്കുകയും ചെയ്തു എന്ന്. അതിൻ്റെ ഒറ്റ കാരണമാണ് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ഇല്ലേ? 21-ാമത്തെ വാക്യം അങ്ങനെയാ. 39-ാമത്തെ 21-ാമത്തെ വാക്യം, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ദൈവമുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് അനുഗ്രഹമാകാൻ തുടങ്ങും. അവർ ചെയ്യുന്നത് ഭംഗിയാകാൻ തുടങ്ങും. ദൈവം കൂടെ ഉണ്ട്. അങ്ങനെയാണ് അധ്വാനിക്കുന്നതെങ്കിൽ, പഠിക്കുന്നതെങ്കിൽ അത് വിജയിക്കും. അതിലൊരു വിജയം ദൈവം ഒരുക്കും. പല നന്മകളും കയറി വരാൻ ഇടയാക്കും. പലതും വിചാരിക്കാത്ത പല നന്മകളും കയ്യിലെത്തും. ഒറ്റ റീസണേ ഉള്ളൂ, ഒറ്റ കാരണമുള്ളൂ, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കി. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുവാണ്. അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ പരീക്ഷയുടെ സമയമാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. തിങ്കളാഴ്ച മുതൽ 5-ാം തീയതി മുതൽ അടുത്ത മാസം 6-ാം തീയതി വരെ ഒരു മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസമാണ്. പുതിയ വർഷത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണം, അവർക്ക് വേണ്ട ദൈവാനുഗ്രഹമൊക്കെ വേണം. ഒരു ചെടി നട്ടിട്ട് നമ്മൾ ആ ചെടിയോട് പറയുമോ, വേണമെങ്കിൽ വേര് തോട്ടിലോ പുഴയിലോ കിണറ്റിലോ ഒക്കെ അവിടം വരെ നീട്ടി വെള്ളം വലിച്ചെടുത്തോണമെന്ന് നമ്മൾ പിടിവാശി ചെടിയോട് ചെയ്യാറില്ല. നമ്മൾ ആ ചെടിയുടെ ചുവട്ടിൽ ഒന്നിരാടം ദിവസം, മിക്ക ദിവസവും, എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനെ കരുതും. അപ്പോഴത് ഫലമുണ്ടാകുന്ന, അല്ലെങ്കിൽ നല്ല അനുഗ്രഹമാകുന്നത്. ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ, അവസരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് അവരുടെ ജീവിതത്തെ വളർത്തും, ഭംഗിയുള്ളതാക്കും. അവർ ചെയ്യുന്നതും ഭംഗിയുള്ളതായി മാറും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. കേവലം 5-10 പേര് അറിയാൻ വേണ്ടിയല്ല, നിങ്ങളിലൂടെ ഇതൊത്തിരി പേരോട് പറയണം. വാഗൊണ്ട് മാത്രമല്ല, ഈ വചനം കൂടി അയച്ചു കൊടുക്കണം. ഈ വചനത്തോട് ചേർത്ത് ചിന്തിക്കട്ടെ. ഞാൻ പറയുന്നത് ഈ വചനത്തോട് ചേർന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതാ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും അവൻ അനുഗ്രഹമാകാൻ ദൈവം ഇടയാക്കി. പലതും അവൻ്റെ കയ്യിലെത്തി. പിന്നെ എഴുതിയിട്ടുണ്ട്, അവൻ ചെയ്തതൊക്കെ ശുഭമായിന്ന്. ആൾ ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര കഴിവുള്ളവനായെന്നല്ല എൻ്റെ റീസൺ. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാ, അതാ റീസൺ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അധ്വാനിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നു, കുഞ്ഞുങ്ങൾ കേൾക്കുന്നു, ഭക്ഷണം കൊടുത്തോണ്ട് അത് കേൾപ്പിക്കുന്നു, അല്ലെങ്കിൽ അതൊരു നിയോഗത്തോടെ അവരെ കേൾപ്പിക്കുമ്പോൾ അവരുടെ ഭാവി, അവർ ചെയ്യുന്നത് ഒരു തെറ്റിലോ ഒന്നും ചെന്ന് വീഴത്തില്ല, ഒരു അബദ്ധങ്ങളിൽ ചെന്ന് ചാടത്തില്ല, ഒരു പരാജയത്തിലും ചെന്ന് വീഴില്ല. അവൻ ചെയ്യുന്നതൊക്കെ ദൈവം കൂടെ നിന്ന് അവനെ സഹായിച്ച് അവൻ ചെയ്യുന്നത് ശുഭമാക്കും. പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശനിയാഴ്ചയാണ്, തിരക്കുള്ള ദിവസമാണെങ്കിൽ പോലും ഈ വചനം എപ്പോഴേലും 1-2 പ്രാവശ്യം കൂടി കേൾക്കണം. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ് കേൾക്കണം. എന്നിട്ട് തിങ്കളാഴ്ച മുതലുള്ള പ്രാർത്ഥനയെ നിങ്ങൾ പങ്കുചേരണം. ആ സമയത്ത് എഴുന്നേൽക്കണം.
പ്രാർത്ഥിക്കണം. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അത് വില കൊടുത്ത് മാറുമ്പോൾ വിലയുള്ളത് കയ്യിലോട്ട് വരും. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരികയില്ല. എന്തോ നന്മയ്ക്കാണ്. ഇതിൻ്റെ പിറകിൽ ദൈവ പദ്ധതിയുണ്ട്. ഈ വചനം കേട്ടതിൻ്റെ പിറകിൽ ദൈവ പദ്ധതിയുണ്ട്. ഏത് കാര്യത്തിലാണ് ഭാരപ്പെട്ടത്, ഏത് കാര്യത്തിലാണ് വിഷമിച്ചത്, ഏത് കാര്യത്തിലാണ് കരഞ്ഞത്, ഏത് കാര്യത്തിലാണ് തലകുനിഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കുമ്പം അത് അനുഗ്രഹമായിട്ട് വരും. ദൈവീക ഇടപെടലിന് കാരണമാവും. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകും. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. വേലി കെട്ടി സംരക്ഷിക്കണമേ. ദോഷങ്ങളുണ്ട്. ഈ വർഷത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് സന്തോഷത്തോടെ നന്ദി പറയാൻ കഴിയത്തക്ക വിധമുള്ള അനുഗ്രഹങ്ങൾ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സംഭവിക്കണമേ. ഇന്ന് വരെ വചനം കേട്ടിട്ടില്ലാത്ത ഒരാളിലേക്ക് ഈ വചനം എത്താൻ ഇടയാകണമേ. ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഫോണും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ കരങ്ങളും യോഗ്യമാകട്ടെ. അനേകരിലേക്ക് ഈ വചനം എത്താൻ ഇടയാകട്ടെ. നിങ്ങളിലൂടെ വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. അത് പീഠത്തിന്മേൽ വയ്ക്കും. അത് പീഠത്തിന്മേൽ, മേശപ്പുറത്ത് വയ്ക്കും. അത് ഒത്തിരി പേർക്ക് വെളിച്ചം കിട്ടാൻ നിങ്ങൾ കേൾക്കുന്ന വചനം പീഠത്തിന്മേൽ വയ്ക്കേണ്ട വിളക്കാണ്. അത് അനേകരിലേക്ക് എത്തിക്കാൻ, ആ വെളിച്ചത്തെ കൊടുക്കാൻ നിങ്ങളുടെ കരങ്ങളെ, മനസ്സിനെ, ചിന്തകളെ ദൈവം പ്രയോജനപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും ഒരുമിച്ച് വരണം. നാളെ ഞായറാഴ്ച. തിങ്കളാഴ്ച ദിവസത്തെ ആരും മറക്കരുത്. പരമാവധി നിങ്ങൾ ആളുകളോട്, പ്രിയപ്പെട്ടവരോട് ഗ്രൂപ്പുകളിൽ ഒക്കെയും അറിയിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഇതൊരു അനുഗ്രഹമാകട്ടെ. നാളെ 5:30 കാണുന്നത് വരെ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.